മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് LDF മാർച്ച്. പ്രകടനം കേരള ഹൗസിന് മുന്നിൽ നിന്ന് ആരംഭിച്ചു. പോലീസ് തടയുകയാണെങ്കിൽ തടയുന്ന സ്ഥലത്ത് കുത്തിയിരുന്ന് സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ജോയ്സ് ഡാനിയലും ഒപ്പം തന്നെ PR സുനിലും ഒക്കെ ഉണ്ട് ഡൽഹിയിൽ. ആദ്യം നമുക്ക് ജോയ്സ് ഡാനിയലിലേക്ക് പോകാം. ജോയ്സ് ഡാനിയൽ, ഇപ്പോൾ പ്രതിഷേധം ആരംഭിച്ചു അല്ലേ? കേരള ഹൗസിന്റെ അവിടെ നിന്നും ജന്തർ മന്ദറിലേക്കാണോ, നേരിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കാണോ? നിരവധി പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജോയ്സ് ഡാനിയൽ. അരുൺകുമാർ, ഇത് ജന്തർ മന്ദറിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ച് നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു യോഗ വേദിയിലേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് വലിയ രീതിയിലൊരു പ്രകടനമായിട്ടാണ് വയനാട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇവിടെ എത്തുകയും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം വയനാടിനെ കേന്ദ്ര സർക്കാർ മറക്കുന്ന ഒരു രീതിയാണ്. അത് മാറണം. പകരം വയനാടിന് പ്രത്യേക പാക്കേജ് എന്നൊരു ആവശ്യമുണ്ട്. അത് അംഗീകരിക്കണം, അത് നടപ്പിലാക്കണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പാക്കേജുകൾ അതിലിപ്പോഴും കേന്ദ്രം ഒരു മൗനം തുടരുന്നുണ്ട്. അത് ശരിയായ നിലപാടല്ല. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് തന്നെ മാർച്ച് നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോഴും നേതാക്കൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം ഈ ഒരു യോഗം, ഈ ഒരു ഉദ്ഘാടനം നടക്കും. ഇതിൽ പ്രത്യേകിച്ച് ജോൺ ബ്രിട്ടാസ് MPയും അപ്പോൾ തന്നെ ശിവദാസൻ MPയും ഒക്കെ തന്നെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആനിരാജ് അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിലുമുണ്ട്. ഏതായാലും വലിയ രീതിയിലൊരു പ്രതിഷേധം അത് ഉയർത്തി കേന്ദ്രത്തിനെ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ ഒരു സമരത്തിന്റെ ഉദ്ദേശം. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കടുത്ത പ്രതിഷേധം ഒരുക്കുന്നതിനൊപ്പം തന്നെ കൃത്യമായ നിലപാട് അത് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ് നിലവിൽ ഈ സമരത്തിന്റെ ഉദ്ദേശം. ഏതായാലും അല്പസമയത്തിന് തന്നെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കും. നിലവിൽ ജന്തർ മന്ദറിലാണ് ഈ ഒരു സമരം ഇപ്പോൾ തുടരുന്നത്. ജന്തർ മന്ദറിലെ സമരത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഇന്നും നാളെയുമായിട്ടാണ് സമരം. ജോയ്സ്, പക്ഷേ പോലീസുകാർ അവിടെയൊക്കെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടല്ലേ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുമെന്ന് പറയുന്നെങ്കിൽ പോലും ഒരു പക്ഷേ അത് തടയാനാണ് സാധ്യത. ജന്തർ മന്ദറിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി വേണം കരുതാൻ. എന്തായാലും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് നടത്തിയത്. പക്ഷേ ദില്ലി പോലീസ് എന്തായാലും ഇവിടെ തടയാനാണ് സാധ്യത. യോഗത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക. ഏതായാലും ആനിരാജ് അടക്കമുള്ളവർ ഇപ്പോൾ വേദിയിലുണ്ട്. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം നടക്കും. ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവരും ഇവിടേക്ക് എത്തും. കൃത്യമായ നിലപാട് കേന്ദ്ര സർക്കാർ വയനാട് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കുന്ന കാര്യത്തിൽ വന്ന വീഴ്ച അത് കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിലൊരു കേന്ദ്രത്തിന് മുന്നിൽ ഒരു പ്രതിഷേധം, അത് കേരളത്തിന്റെ പ്രതിഷേധം, പ്രത്യേകിച്ച് വയനാടിന്റെ പ്രതിഷേധം എന്ന രീതിയിൽ കാണിക്കാൻ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ നേതാക്കൾ ഇപ്പോൾ വേദിയിലേക്ക് വരും. എന്തായാലും കനത്ത സുരക്ഷയിലാണ് നിലവിൽ ഇവിടെ യോഗം പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം ഉദ്ഘാടനം ചടങ്ങുകളും ആരംഭിക്കും. അരുൺകുമാർ.